നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ പരമ്പരാഗതമായ ഒരു റെസിപ്പിയാണ്. ജിഞ്ചർ ലൈമിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ജിഞ്ചർ ലൈം. അപ്പം കുറച്ച് തണുത്ത സോഡയൊക്കെ ഇട്ടിട്ടാണെങ്കിലും ജിഞ്ചർ ലൈം കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കേടാകാതെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കുറേ നാൾ വെക്കാൻ പറ്റും. ഈ സിറപ്പാക്കി ജിഞ്ചർ ലൈം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളുണ്ടെന്നും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ജിഞ്ചർ ലൈം തയ്യാറാക്കാനായിട്ട് നമ്മൾ നാരങ്ങാനീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 12 കപ്പ് നാരങ്ങാനീരാണ്. അതായത് 10 കിലോ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കിട്ടിയ നമ്മുടെ 12 കപ്പ് നാരങ്ങാനീരാണിത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര വേണം. പഞ്ചസാര 12 കപ്പിന് നമുക്ക് 12 കിലോ തന്നെ പഞ്ചസാര വേണം. ഇനി നമുക്ക് വെള്ളം നമുക്ക് 18 കപ്പ് വെള്ളം വേണം. അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 350 ഗ്രാം ചുക്കുപൊടിയാണ്. നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചതച്ചത് വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ ചുക്കുപൊടി ഇരിക്കുന്നതുകൊണ്ട് ആ ചുക്കുപൊടി ഉപയോഗിക്കുകയാണ്. 350 ഗ്രാം ചുക്കുപൊടിയാണിത്. ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 18 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ 12 കിലോ പഞ്ചസാര നമുക്ക് ഉരുക്കണം. അപ്പം ഇത് ഒരു പാത്രത്തിൽ ഉരുക്കാൻ പറ്റില്ല. നമുക്ക് പല പാത്രത്തിലായിട്ട് വേണം ഉരുക്കാനായിട്ട്. നമുക്ക് കുറച്ച് വെള്ളം പകർത്തി ഇതിലും ഞാൻ പഞ്ചസാര വെച്ചിട്ടുണ്ട്. ഇതിലേക്കും കുറച്ച് വെള്ളം ചേർക്കാം. നമ്മുടെ ഈ 12 കിലോ പഞ്ചസാരയും നമുക്ക് ഉരുക്കണം. അതായത് ഈ 18 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കണം. ഒരു പാത്രത്തിൽ തന്നെ കൊള്ളാത്തതുകൊണ്ട് നമ്മുടെ ഈ കണക്ക് തെറ്റാതിരുന്നാൽ മതി. നമുക്ക് പല പാത്രത്തിലായിട്ട് നമുക്കിത് ഉരുക്കാം. ഇപ്പോൾ ഈ 12 കിലോ പഞ്ചസാര നമുക്ക് ഈ 18 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കാം. ഇത് 350 ഗ്രാം ചുക്കുപൊടിയാണ്. ഇതും ചേർത്ത് നമുക്ക് ഈ പഞ്ചസാര അലിക്കുന്നിടം വരെ നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് നമ്മളിത് വീണ്ടും ഇളക്കി പഞ്ചസാര ഒരു ഏകദേശം 2 നൂൽ പാകമാകുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കി നമുക്ക് ആ 2 നൂൽ പാകത്തിൽ നമുക്ക് തീ ഓഫാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ നാരങ്ങാനീര് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്ന. ഇത് ഞാൻ ഇനി ഉരുക്കിയിട്ട് വരാം. ഇത് നമ്മൾ 12 കിലോ പഞ്ചസാര 18 കപ്പ് വെള്ളവും ചേർത്ത് അതുപോലെ തന്നെ 350 ഗ്രാം ചുക്കുപൊടി കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് 2 നൂൽ പാകമാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പാണിത്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഇത് 10 കിലോ ചെറുനാരങ്ങയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന 12 കപ്പ് നാരങ്ങ നീരാണ്. ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ജിഞ്ചർ ലൈം തയ്യാറാക്കുന്നത്. ഇനി ഇത് നമ്മൾ ഈ 2 നൂൽ പാകമാക്കിയൊക്കെ എടുത്തേക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ തന്നെ പുറത്ത് വയ്ക്കാം. കേടാകത്തൊന്നുമില്ല. ഇത് ആവശ്യാനുസരണം ഒരു ഗ്ലാസിൻ്റെ 4/1 ഈ സിറപ്പ് കൊടുത്ത് ബാക്കി ഐസ് ക്യൂബ്സോ തണുത്ത സോഡയോ തണുത്ത വെള്ളമോ ഒക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കിയത് ജിഞ്ചർ ലൈമാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ചുക്കുപൊടി ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കളറ്. ഇഞ്ചി ചേർത്ത് തയ്യാറാക്കുവാണെങ്കിൽ ഇത്രയും കളറ് വരത്തില്ല. ഇത് ഏതാണേലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്, ചുക്കുപൊടിയോ അല്ലെങ്കിൽ ഇഞ്ചിയോ. അപ്പം ഇത് വയറിനൊക്കെ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു ക്ലാസിക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്കവർക്കും തന്നെ ഈ റെസിപ്പി അറിയാൻ പാടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.